ഈ റിവ്യൂ സിനിമയെ തകർക്കുന്നുണ്ടോ? അറിയില്ല, അത് ഓരോ വ്യക്തികളുടെ അഭിപ്രായമല്ലേ അത്. അതെന്തായാലും അത് വളർച്ചയും തളർച്ചയും ഉണ്ടാവും. അതിൽ തിയേറ്ററിൽ നല്ലതാണെങ്കിൽ നന്നായി വളരും, മോശമാണെങ്കിൽ തളരും. അങ്ങനെയുള്ള ഞാൻ ജീവിതത്തിൽ സിനിമ റിവ്യൂ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കാന്നുള്ള ആ ഇതിലേക്ക് പ്രേക്ഷകർ മാറി തുടങ്ങി. ഇപ്പൊ ഇത് പറയുന്നത് വെറുതെയാണ്, നല്ലതാന്ന് പറയുന്നതും വെറുതെയാണ്, ചീത്തയാന്ന് പറയുന്നതും വെറുതെയാണ്. നമ്മൾ കണ്ടിട്ട് തീരുമാനിക്കാന്നുള്ളതിൽ സിനിമക്ക് പോകണം. നമ്മൾ പോയി കണ്ട് ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ല ഒരാൾ എൻ്റെ അഭിപ്രായം കണ്ട് മറ്റാൾ. എന്താ അറിയോ, ജനറലി കൂടുതൽ ആൾക്കാർ പ്ലസ് പോയിന്റ് ആണ് പറയുന്നതെങ്കിൽ സിനിമയ്ക്ക് അത് നല്ല ഗുണം ചെയ്യും. കൂടുതൽ ആൾക്കാർ മോശമായിട്ട് പറയുമ്പോൾ അത് താന്നു. ചില തിയേറ്ററിൽ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ആലോചിക്കും, അത് മോശമാണെങ്കിൽ പിന്നെ പോകണം, കണ്ടിട്ട് പോയി നോക്കാം. അതിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകും. നല്ലതാണെങ്കിൽ വീണ്ടും ഫാമിലി കൂട്ടി പോകും. അങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ അഭിപ്രായം പറയുന്ന ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇടിച്ചു താത്തി പറയുന്നത് ആവശ്യമില്ല എന്നുള്ളതാണ് അഭിപ്രായം. സിനിമയെക്കുറിച്ച് ഒരേ വ്യക്തികളെ അതെ അല്ലേ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ പോകുന്നതാണ് ഇവിടെ എപ്പോഴും ചില ആളുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. അത് വേണ്ട എന്നുള്ളത് തന്നെയാണ് അതെ അല്ലേ.